ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ന്യൂവെസ്റ്റ് പോസ്റ്റ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം അഭിമാന സ്വത്തായ മാർക്കോയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ്. ഇന്ന് 22ാമത് ദിവസമാണ്. മെയിനായിട്ട് ഒരു അഭിമുഖം മാർക്കോയെ പറ്റി പറയുകയാണെങ്കിൽ, മാർക്കോയുടെ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത് ഹനീഫ് അദേനിയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യൂബ് 72 പിന്നെ UMF ആയ ഉണ്ണി മുകുന്ദൻ ഫിലിംസുമാണ്. ഇതിൽ മെയിൻ കഥാപാത്രമായി അഭിനയിക്കുന്ന താരനിര നമ്മൾക്കെല്ലാം പരിചയമായ ഉണ്ണി മുകുന്ദൻ, ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ്, ആൻസൺ പോൾ, യുക്തി തരാജ, അങ്ങനെ നിരകളാണ്. മാർക്കോയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു വയലൻറ്റ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഹനീഫ് അദേനിയുടെ ഏറ്റവും ബെസ്റ്റ് മൂവിയിൽ ഒന്ന് തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഫിലിമായി മാറിയിരിക്കുന്നു. അതും ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ്. അതുകൂടാതെ ഇത് ഇന്ത്യയിൽ റിലീസായത് 20 ഡിസംബറിലാണ്. ഗ്ലോബലി ഇതിപ്പോൾ 3 ജാനുവരിയിൽ റിലീസായിട്ടുണ്ട്. മറ്റ് പാൻ ഇന്ത്യൻ ലാംഗ്വേജസ് ലൈക്ക് തെലുങ്ക്, കന്നഡ, പിന്നെ തമിഴ്, അങ്ങനെ പിന്നെ ഖത്തറിൽ ഒക്കെ റിലീസായിട്ടുണ്ട്. 100 കോടിയുടെ ക്ലബിലേക്ക് വന്ന ആദ്യത്തെ 2025 വർഷത്തിലെ ആദ്യത്തെ മലയാള മൂവി എന്ന പ്രസിദ്ധിയും മാർക്കോ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മൂവിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം വയലൻസ് പ്രമാണിച്ചാണ്, അല്ലാതെ ഇതൊരു അഡൽട്ട് മൂവിയല്ല. എനിവേ, ഇന്നത്തെ കളക്ഷൻ ഗംഭീരമായിരുന്നു. ഹിന്ദി സ്ക്രീൻസ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 5.75 കോടിയാണ് അതിൻ്റെ മലയാളം വെർഷനുമുണ്ട്, ഹിന്ദി വെർഷനുമായിട്ടുള്ള സ്ക്രീൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തെലുങ്കുവിൻ്റെ സ്ക്രീൻസിൽ ഏറ്റവും അടിപൊളിയായി പറയുകയാണെങ്കിൽ 1.95 കോടിയുടെ ഗ്രോസാണ് കിട്ടിയിരിക്കുന്നത്. അതും മലയാളം വെർഷനുമുണ്ട്, തെലുങ്ക് വെർഷനുമുണ്ട്. കർണാടകത്തിലും നല്ല പോലെ ഒരു സ്കോർ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്രോസ് ഉണ്ട്, 3.1 കോടി. അവിടെ ഓൾറെഡി മാക്സ് മൂവിയും UI മൂവിയും സുദീപ് ജിയുടെയും പിന്നെ മറ്റ് താരങ്ങളുടെയും കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ മലയാളി മൂവി നല്ല രീതിയിൽ പ്രദർശനം നടക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ എല്ലാവർക്കും അഭിമാനം ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 9 ജാനുവരി 2025 ഒരു ട്രാക്കിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം മാർക്കോ ഇപ്പം തന്നെ 1.8 മില്യൺ ടിക്കറ്റ്സ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ട്രാക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് മലയാളം ഒക്യുപ്പൻസിയും തമിഴ് ഒക്യുപ്പൻസിയും കിട്ടിയിട്ടുണ്ട്. അതായത് 15.8% മലയാളം ഒക്യുപ്പൻസി ഉണ്ടെന്നാണ് 10 ജാനുവരിയിൽ വരെയുള്ള കണക്ക് കാണിക്കുന്നത്. അതിനകത്ത് ഏകദേശം മോർണിംഗ് ഷോയും നൈറ്റ് ഷോയിലുമുള്ള ഹ്യൂജ് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. മോർണിംഗ് ഷോ നോക്കുകയാണെങ്കിൽ 9.44% ഉള്ളൂ. അതേസമയം ആഫ്റ്റർനൂൺ ഷോയിൽ ഏകദേശം 9.50 ഉണ്ടെങ്കിലും ഈവനിങ് ഷോ ഏറ്റവും മികച്ചതായിട്ട് പോകുന്നുണ്ട്, 14.17%. ആൻഡ് നൈറ്റ് ഷോ ആണ് ഏറ്റവും വലിയ കാര്യം എടുത്തു പറയേണ്ടത്. 30.16% ആണ് മലയാളം സ്ക്രീൻസിൽ അല്ലെങ്കിൽ മലയാളം കാണാൻ ഇഷ്ടപ്പെടുന്നവർ. നൈറ്റ് ഷോയിൽ ഇത്രയും ത്രില്ലിംഗ് മൂവി കണ്ടിട്ടാണ് പല മലയാളം ലാംഗ്വേജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കാണുന്നത്. പിന്നെ മാർക്കോയിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് തമിഴ് ഒക്യുപ്പൻസിയാണ്. തമിഴ് ഒക്യുപ്പൻസിയിൽ മോർണിംഗ് ഷോയിൽ ഏകദേശം ഓവറോൾ പറയുകയാണെങ്കിൽ 27.96% ഉണ്ട്. മോർണിംഗ് ഷോയിൽ 19.33, ആഫ്റ്റർനൂൺ ഷോയിൽ 21.27, ഈവനിങ് ഷോയിൽ 33.67, നൈറ്റ് ഷോയിലും മലയാളികളെക്കാളും കൂടുതൽ അവരാണ് കാണുന്നതെന്ന് എടുത്തു പറയണം. 37.57% ആൾക്കാരാണ് നൈറ്റ് ഷോയിൽ കാണുന്നത്. വെരി ഗുഡ് മാർക്കോ, ഇറ്റ്സ് എ ഗ്രേറ്റ്. സ്ക്രീൻസ് എടുത്ത് പറയാൻ കാര്യമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 89 സ്ക്രീനുകളിലാണ് ഓപ്പണിംഗ് ചെയ്തത് മാർക്കോ. ഇന്ന് നിലനിൽക്കുന്നത്,
1360 സ്ക്രീൻസാണ് കൂടിയത് ആദ്യത്തെ ഇതിൽ തന്നെ. ആദ്യം 89 തുടങ്ങി 1360 ഇപ്പോൾ 3000 ഷോസാണ്, അത്രയും സ്ക്രീൻസാണ് മുംബൈ, ഡൽഹി സ്ഥലങ്ങളിൽ തന്നെ മാർക്കോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് വലിയൊരു ഹ്യൂജ് ഡിമാൻഡാണ് മാർക്കോ. ഇനി വരുന്ന മാർക്കോ 2, മാർക്കോ 3, 4 അതിന് മേളിലുണ്ടെങ്കിൽ അതിൻ്റെ സീക്വൻസും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങൾ ഓരോ ദിവസവും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ്റെ ഫിലിം. എല്ലാ ആശംസകളും മലയാളികൾക്ക് ഒത്തിരി അഭിമാനം തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ജയ് ഹിന്ദ്.